എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തി. എന്റെ ദൈവമായ കർത്താവേ അത്യുന്നതനാണ്. അവിടുത്തെ മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കൂടാരമെന്നതുപോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിനു മേലെ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അതൊരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതത്തിൽ നിന്നും അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു. അങ്ങിടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു. അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണു നിൽക്കുന്നു. ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കുവാൻ അങ്ങതിന് അലംഘനീയമായ അതിരുകൾ നിർമ്മിച്ചു. അവിടുന്ന് താഴ്വരയിലേക്ക് ഉറവുകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകൾ ദാഹം തീർക്കുന്നു. ആകാശപ്പറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്നു കൊണ്ട് അവ പാടുന്നു. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ ഫലമനുഭവിച്ച ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് കാലികൾക്കു വേണ്ട പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുവാൻ കൃഷി ഇറക്കുമ്പോൾ വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വീഞ്ഞും മുഖം മിനുക്കുവാൻ എണ്ണയും ശക്തി നൽകുവാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് അവിടെ നിന്ന് നട്ടുപിടിപ്പിച്ച ലബനോനിൽ ദേവദാരുക്കൾക്ക് സമർത്ഥമായ ജലം അവിടെ നിന്ന് നൽകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പെസഹയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ്. ജാഗ്രതയോടുകൂടി നാം ഏവരും സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ ഉത്ഥാനത്തിനായി കാത്തിരിക്കുന്നു. അവിടുന്ന് നമ്മളിൽ നിന്ന് മുഖം മറയ്ക്കാതിരിക്കുവാൻ, അവിടുന്ന് നമ്മുടെ മേൽ തൻ്റെ കൃപകളെ അയച്ചുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ മഹത്വം എന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിന് നിലനിൽക്കുവാൻ, അവിടുന്ന് പാപികളിൽ നിന്ന് മുഖം തിരിക്കാതെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ ഇന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ ജാഗരമനുഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 22-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ചോദിക്കുന്നൊരു ചോദ്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരാം. സങ്കീർത്തകൻ ചോദിക്കുകയാണ്, എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്ന എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനോപവിഷ്ടനായിരിക്കുന്നവനെ, അങ്ങ് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു. അവർ അങ്ങിൽ ശരണം വെച്ചു. അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അവർ അങ്ങയെ ആശ്രയിച്ചു, അവർ ഭഗ്നാശരാകുന്നില്ല. എന്നാൽ ഞാൻ മനുഷ്യനുള്ള അക്രമിയാണ്, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. അവർ കർത്താവിൽ ആശ്രയിച്ചല്ലോ. അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു. എങ്കിലും അവിടെ നിന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് എൻ്റെ ദൈവവും എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. കർത്താവിൽ ദുരിതമടുത്തെത്തിയിരിക്കുന്നു, സഹായത്തിന് ആരുമില്ല. കാളക്കൂട്ടന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു, വാഷാൻ കാളക്കൂട്ടന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലറിയെടുക്കുന്നു, സിംഹം പോലെ അവ എൻ്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ.
സന്ധിബന്ധങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ നിന്നതൊരുകൊണ്ടിരിക്കുന്നു. എൻ്റെ എണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു. എൻ്റെ നാവണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികൾ സംഘം പോലെ എന്നെ വളഞ്ഞിരിക്കുന്നു. എൻ്റെ കൈകാലുകൾ കുത്തിവലിക്കുന്നു. എൻ്റെ അസ്ഥികൾ എനിക്കെണ്ണാവുന്നതിൽ കൂടുതലായി അവർ എന്നെ തുറിച്ചു നോക്കുന്നു. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ നിറക്കിട്ടു. കർത്താവെ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായിരിക്കണമേ. എൻ്റെ സഹായത്തിന് വേഗം വരണമേ. എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ.